ആനപിടി വിദഗ്ധനായിട്ടുള്ള മാത്യു കൊള്ളനാടന്റെ മണ്ഡലത്തിൽ 5 ആന കടവൂർ ഇറങ്ങി റോഡിൽ കൂടെ ഓടി കിടക്കുക, പറമ്പിൽ കൂടെ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാനീ പറഞ്ഞത്. 5 ആന, ആദ്യം 2 ഇപ്പൊ 3 വന്നിട്ടുണ്ട്. ഇപ്പൊ 5 കൊള്ളനാടനെ കൂടെ ചെന്നിട്ടില്ല, എന്നാൽ MP അങ്ങോട്ട് ചെന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. MP ചെന്ന് ഇറങ്ങിയിട്ട് അപ്പൊ തന്നെ സ്റ്റാൻഡ് വിട്ടു എന്നാണ് കേട്ടത്. കോതമംഗലത്ത് ഒരു സമരം വന്നു കഴിഞ്ഞാൽ, ഒരു ആന വന്നു കഴിഞ്ഞാൽ, ഒരു കാട്ടുകോഴി പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ സമരമാണ്. ആര്? മാത്യു കൊള്ളനാടൻ, ഡീൻ കുര്യാക്കോസ്, ഇവരെല്ലാം വന്നു നിന്ന് കോതമംഗലത്ത് സമരം ചെയ്യുകയാണ്. ആനയെ പിടിക്കാൻ ഏറ്റവും വലിയ വിദഗ്ധനാണ് ആര്? മാത്യു കൊള്ളനാടൻ. അവിടെ കടവൂർ പ്രദേശത്ത് ആന ഉണ്ടായിരുന്നതിനൊക്കെ മാത്യു കൊള്ളനാടന്റെ നേതൃത്വത്തിൽ ഓടിച്ചു വിട്ടു. എന്താ വാർത്ത? ഇവിടെ ആന്റണിക്ക് എന്ത് ആനയെ പിടിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കില്ല. ഈ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൽ കോതമംഗലത്തെ ജനതയുടെ, മലയോര ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനൊപ്പം നിന്നുകൊണ്ട് കോതമംഗലത്തെ MLA ഫണ്ട് അടക്കം വിനിയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിൽ ഫെൻസിങ്ങും കിടങ്ങുകളും എല്ലാം താത്തി ഈ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി തന്നാലാവുന്ന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു MLA അല്ലേ കോതമംഗലത്തുള്ളത്. പക്ഷെ കോതമംഗലത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, വേണ്ട ഇടുക്കി ജില്ലയിലേക്കാൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ആരെങ്കിലും മരിച്ച് കോതമംഗലത്തേക്ക് കൊണ്ടുവന്നാൽ ശവം എടുത്തുകൊണ്ട് ഓടുവല്ല ഉമ്മാരിവിടെ വന്നു. അങ്ങനെയുള്ളവന്മാരുടെ നാട്ടിലാണ് ഇപ്പൊ സമരം. 2 ഒരു നാട്ടിലാണ് ജീവിക്കണത്. ആരൊക്കെ? ഈ ഡീൻ കുര്യാക്കോസും ഈ മാത്യു കൊള്ളനാടനും. ഞങ്ങൾക്കിപ്പോ കടവൂർ ആന ഇറങ്ങിയതിനകത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയുക. എവിടെ ആന ഇറങ്ങിയാലും, എവിടെ പുലി ഇറങ്ങിയാലും, എവിടെ കടുവ ഇറങ്ങിയാലും, എവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി ആളുകളെ ആക്രമിക്കാൻ വന്നാലും, കൃഷി നശിപ്പിക്കാൻ വന്നാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ആ ഗവൺമെന്റ് ആ ബാധ്യത നിർവഹിക്കണം. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ബാധ്യത മാത്രമല്ല, ആ ബാധ്യത പ്രധാനമായി കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം പോലും പറയാത്ത ഈ MLA-മാർ MP-യും ഒക്കെ വന്ന് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ വർത്തമാനം പറയുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരെ ബൽസിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോ ഇത്തരെങ്കിലും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഈ സമരത്തിനിടയിലും അത്രയും ഒരു വർത്തമാനം പറയാനായി തയ്യാറായത്.